മക്കളെ എല്ലാവർക്കും എഡ്യൂസാറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഐസോമെറിസം എന്ന ചാപ്റ്റർ ആണ് നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ അവസാനത്തെ ടോപ്പിക്കായ ഐസോമെറിസം, ഇതിന് ഉറപ്പായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. ഐസോമെറിസം ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഐസോമെറിസത്തിലേക്ക് കടക്കാൻ ഞാൻ എപ്പോഴും പറയുന്നത് കൂട്ട് തന്നെ, നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, എന്താണ് ഈ ഐസോമർ? ഐസോമർ ഐസോ എന്ന വാക്കിന്റെ അർത്ഥം ഒരേപോലെ, സെയിം എന്ന നിങ്ങൾ പഠിച്ചു കാണും. ഐസോടോപ്പ്, ഐസോബാർ അല്ലേ, 9ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? അപ്പൊ ഐസോ എന്ന വാക്കിന്റെ അർത്ഥം ഒരേപോലെ. അപ്പൊ എന്താ ഐസോമെർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, സെയിം മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്നാൽ അതിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഐസോമർ. ഈ ഫിനോമിനയാണ് എന്ത്? ഐസോമെറിസം. സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇതിനെ ഐസോമർ എന്ന് പറയുന്നു. ഈ ഫിനോമിനയെ ഐസോമെറിസം എന്ന് പറയുന്നു അല്ലെ? ഒരേ തന്മാത്രാ സൂത്രവും എന്നാൽ രാസ ഭൗതിക ഗുണം എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അതിനെ ഐസോമർ എന്നും ഈ പ്രതിഭാസത്തെ ഐസോമെറിസം എന്നും പറയുന്നു. ഐസോമെറിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് +1 പഠിക്കാനുണ്ട്. നമുക്കിവിടെ പ്രധാനമായിട്ടും 4 ഐസോമെറിസത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തത് ചെയിൻ ഐസോമെറിസം, 2 പൊസിഷൻ ഐസോമെറിസം, 3 ഫങ്ഷണൽ ഐസോമെറിസം, 4 മെറ്റാമെറിസം. അങ്ങനെ 4 ഐസോമറിനെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അപ്പൊ എന്താ ഐസോമെറിസം? നോക്കി, ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ ഐസോമെറുകൾ എന്ന് വിളിക്കുന്നു. ഈ പ്രതിഭാസമാണ് ഐസോമെറിസം. ഇവയുടെ ഘടനാവാക്യം സ്ട്രക്ചറൽ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ക്ലിയർ ആണല്ലോ? നോക്കിയേ, കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ അല്ലെ? ഇതിനെ ഐസോമർ എന്നും ഈ ഫിനോമിനെ ഐസോമെറിസം എന്ന് വിളിക്കുന്നു. ഇവിടെ സ്ട്രക്ചറൽ ഫോർമുല എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇതിലെ ഒന്നാമത്തെ ഐസോമെറിസം നമുക്ക് നോക്കാം. എന്താണ്? ചെയിൻ ഐസോമെറിസം. ചെയിൻ ഐസോമെറിസം. അപ്പൊ എന്താ ചെയിൻ ഐസോമെറിസം? ഒരേ രാസസൂത്രമായിരിക്കും, കെമിക്കൽ ഫോർമുല സെയിം ആയിരിക്കും, അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. എന്നാൽ കാർബൺ ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. കാർബൺ ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അതിനെ പറയുന്ന പേരാണ് ചെയിൻ ഐസോമെറിസം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നോക്കിയേ, ഒരേ തന്മാത്രാ സൂത്രമുള്ളവയും എന്നാൽ കാർബൺ ചെയിന്റെ ഘടന എന്തായിരിക്കും? വ്യത്യാസം പുലർത്തുന്നതുമായ സംയുക്തങ്ങളെ ചെയിൻ ഐസോമെറുകൾ എന്ന് വിളിക്കുന്നു. ഈ പ്രതിഭാസം, ഈ ഫിനോമിനയാണ് ചെയിൻ ഐസോമെറിസം. ക്ലിയർ? കോമ്പൗണ്ട് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും, ബട്ട് ഡിഫർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻ. കാർബൺ ചെയിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. നിങ്ങൾക്കറിയാം എന്താ മോളിക്കുലർ ഫോർമുല, എന്താ തന്മാത്രാ സൂത്രം എന്നറിയായിരിക്കും. C4H10 ഇതില്ലേ, ഇതാണ് തന്മാത്രാ സൂത്രം, അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല. ക്ലിയർ? ഞാൻ ചെയ്ത് കാണിച്ചുതരാം. നോക്കിയേ, ഉദാഹരണം ഞാൻ പറയാം. CH3, CH2, CH2, CH3. ഇതിന്റെ പേരെല്ലാരും ഒന്ന് പറഞ്ഞേ. നമുക്കറിയാം ഇതിന്റെ പേരാണ് ബ്യൂട്ടേൻ എന്ന് വരും. എന്താണ്? ബ്യൂട്ടേൻ എന്ന് വരും. ഇതിന്റെ പേര് ബ്യൂട്ടേൻ ആണ്. അറിയാത്ത കുഞ്ഞുങ്ങളാരും ഈ ക്ലാസ് ഇരിപ്പില്ല. നമ്മൾ എപ്പോഴും പറഞ്ഞാണ് 4 കാർബൺ ആറ്റം ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ഏൻ, ബ്യൂട്ടേൻ ആണ്.
ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറ, ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്നോട് പറ. ഈ മോളിക്കുലർ ഫോർമുല ഒന്ന് പറഞ്ഞ്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. എത്ര 4 1 2 3 4 ഉണ്ട്. എത്ര ഹൈഡ്രാറ്റം ഉണ്ട്? എന്നോട് പറ. 3 2 5 2 7 3 10. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെ വേണേലും നമുക്ക് മാറ്റാം. എങ്ങനെ വേണേലും ഈ CH3 എടുത്ത് ഇവിടെ ഇടാം. എങ്ങനെ വേണേലും മാറ്റാം. പക്ഷേ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കണം? ഈ സെയിം തന്നെ ആയിരിക്കണം. ക്ലിയർ ആണോ? മോളിക്കുലർ ഫോർമുലയിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. മാറിയാൽ ഐസോമർസം മാറും. ഐസോമർസം അല്ല. മോളിക്കുലർ ഫോർമുലയിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ കാർബൺ ആറ്റത്തെ എടുത്ത് ഞാൻ ഇവിടെ ഇടാൻ പോവാം. നോക്കാം. ഓക്കെ, CH3. ഓക്കെ, ഇവിടെ ഇട്ടപ്പോൾ ഒരു H പോയി CH വന്ന് CH3. ശ്രദ്ധിക്കുക നിങ്ങൾ, CH3. ഓക്കെ, ഇനി പറ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇതിന് പേര് നെയിമിങ് ഒന്ന് പറഞ്ഞേ. 1 2 3 ആകുമ്പോൾ പ്രൊപ്പേൻ. എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വന്നത്? എന്നോട് പറയുതാ. 2ാമത്തെ കാർബൺ. അപ്പൊ എന്താ? 2-മീഥൈൽ. കണ്ട, മീഥൈൽ പ്രൊപ്പേൻ എന്ന് വരും. കണ്ട, 2-മീഥൈൽ പ്രൊപ്പേൻ. ഇത് ബ്യൂട്ടേന, ഇത് 2-മീഥൈൽ പ്രൊപ്പേന. നമുക്ക് മോളിക്കുലർ ഫോർമുല സെയിം ആണോ എന്ന് നോക്കാലോ. നോക്കിയേ, ഇവിടെ എത്ര കാർബൺ ആറ്റം? 1 2 3 4 കാർബൺ. കണ്ട, നോക്ക്, 1 2 3 4. C4 വരത്തില്ലയോ? H 3 1 4 3 7 3 10. കണ്ടോ 10. നോക്കിയേ, രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ ഇത് ബ്യൂട്ടേൻ, ഇത് 2-മീഥൈൽ പ്രൊപ്പേൻ. രണ്ടും 2 സംയുക്തങ്ങളാ, 2 കോമ്പൗണ്ടാ. മനസ്സിലായോ? ഇനി ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെടുത്ത് ഇവിടെ ഇട്ടാലും ഒന്നും പറ്റത്തില്ല. മാക്സിമം ഉണ്ടാക്കാം, പക്ഷെ ഇത് മാക്സിമം 2 ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതാണ് എന്ത്? ഐസോമെറിസം എന്ന് പറയും. ഇത് ചെയിൻ ഐസോമെറിസമാണ്. ഓക്കെ, ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നോക്കിയേ, ഇവിടെ മോളിക്കുലർ ഫോർമുല എന്താണ്? സെയിം ആണ്. പക്ഷേ അതിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി മാറി. രാസഭൗതിക ഗുണം എന്ത് ചെയ്തു? അങ്ങ് മാറിയടേ. അല്ലേ? ഇത് ബ്യൂട്ടേൻ, ഇത് 2-മീഥൈൽ പ്രൊപ്പേൻ. രണ്ടും 2 സാധനമാണ്. ക്ലിയർ സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു ആൽക്കേനാണ് CH4. ഇത് നോക്കി, ഇതിന് ഐസോമെർസം ഒരെണ്ണേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റൂല. കാരണം ഒരു കാർബൺ ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ് മാറണം. എന്ന് വെച്ചാൽ CH4 എന്ന് പറയുന്ന മീത്തൈന് നിങ്ങൾ നോക്കിയേ, ഒരു ചെയിൻ ഐസോമർസേ ഉള്ളു. പക്ഷേ ബ്യൂട്ടേന് 1 2 ചെയിൻ ഐസോമർസം ഉണ്ട്. ക്ലിയർ ആണ്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി? ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, CH3. ഇതിന്റെ പേരെന്താ? ഈത്തേൻ. മോളിക്കുലർ ഫോർമുല C2H6 ആണ്. ഈത്തേൻ ആണ്. കുഞ്ഞുങ്ങളെ ഒന്ന് പറ, ഇനി ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ എടുത്ത് ഇവിടെ ഇടുവാണ്. ഈ CH3 ഇവിടെ ഇടുക. അപ്പൊ ഇങ്ങനെ വരും, CH3. ഇങ്ങനെ വന്നാലും ഇതും ഈതേൻ തന്നെ അല്ലേ? ഒന്ന് ആലോചിച്ചേ. അപ്പോൾ ഇതിനും എന്താണ്? ഒരൊറ്റ ചെയിൻ ഐസോമർസമേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറ. CH3, ഞാൻ ഇത്രയും പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. CH3 CH2 CH3. ഇതിന്റെ പേരെന്താ? 3 കാർബൺ ആറ്റം. നമുക്ക് ഒരേ പൊളിക്ക് പറയാം, അത് പ്രൊപ്പേനാണ്. ഓക്കെ, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 1 2 3. C3 എന്നോട് പറഞ്ഞതാ 3 കാർബൺ ആറ്റം ഉണ്ട് സാറേ, അല്ലേ? എത്ര ഹൈഡ്രാറ്റം ഉണ്ട്? 3 2 5 3 8 എണ്ണം ഉണ്ട്. എന്നോട് ഇങ്ങോട്ട് പറ. C3H8 അല്ലയോ? നോക്കി, ഇതിനെ അറേഞ്ച്മെന്റ് ചെയ്യാൻ പോയാൽ ഈ CH3 എടുത്ത് ഇങ്ങോട്ട് ഇടാൻ പോവാ. അപ്പൊ എന്താ? CH3 CH2 അല്ലെ? CH3 ഇങ്ങനെ ഇട്ടാലും
മക്കളെ ഇത് പ്രൊപ്പേൻ ആണെങ്കിൽ ഇതും പ്രൊപ്പേൻ അല്ലേ? മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇതിനും ഒരു ചെയിൻ ഐസോമർസ് കൂടുതൽ. ഓക്കെ, ഒന്നിൽ കൂടുതൽ ചെയിൻ ഐസോമർസം കാണിക്കുന്നത് എത്ര കാർബൺ ആറ്റം വേണം? 4 കാർബൺ ആറ്റം വേണം എന്നത് എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പൊ എന്താണ് ഐസോമർസം എന്ന് ഒരു ഐഡിയ കിട്ടിയോ? മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അവന്മാരുടെ പ്രോപ്പർട്ടി, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി വ്യത്യാസമായിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് C5H10 C5H12. ഇതിന്റെ പേരെന്താ? 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ പേര് പെന്റാണ്, പെന്റേൻ ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരുപാട് പറഞ്ഞു പോയ കാര്യങ്ങളാണ് അല്ലെ. C5H12 അത് പെന്റേൻ ആണ്. അങ്ങനെയാണ് ഈ പെന്റേനിന് പെന്റേന് 2 ചെയിൻ ഘടന നൽകിയിരിക്കുന്നു. നോക്കി, സ്ട്രക്ചർ ഫോർമുല ഓഫ് 2 ചെയിൻ ഐസോമർസം പെന്റേന്റെ 2 പോസിബിൾ ഐസോമർസം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പെന്റേൻ 2 അല്ല, നമുക്ക് മാക്സിമം പെന്റേന്റെ ഐസോമർസം ഒന്ന് എഴുതിയാലോ? 2 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. നമ്മൾക്ക് എത്ര ചോദിച്ചോ അത് എഴുതിയാൽ വരച്ചാൽ മതി. 2 ചോദിച്ചാൽ 2, മാക്സിമം ചോദിച്ചാൽ മാക്സിമം എഴുതണം. ഓക്കെ, ഇത് 2 ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾ കൂടെ സിമ്പിൾ കാര്യമാണ്. പെന്റേൻ ആവുമ്പോൾ എത്ര എണ്ണം വരും? 5 കാർബൺ ആറ്റം. ഓക്കെ, 2, 3, 4, 5. ഇവിടെ എന്താണ്? CH3, CH2, 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 CH3. മനസ്സിലായോ എന്റെ കുഞ്ഞുങ്ങൾക്ക്? നോക്കി, ഇതിന്റെ ഫോർമുല എന്താ ഒന്ന് പറഞ്ഞു എല്ലാവരും. 1, 2, 3, 4, 5. 5 ആകുമ്പോൾ C5 എന്ന് വരും. H1 പറഞ്ഞേ എന്റെ കുഞ്ഞുങ്ങളെ. 3, 2, 5, 2, 7, 2, 9, 3, 12. ഇതിനേതും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം. പക്ഷേ മോളിക്കുലർ ഫോർമുലയിൽ മാറ്റം വരരുതും, രാസസൂത്രം മാറരുതും, അല്ലെങ്കിൽ തന്മാത്ര സൂത്രം മാറരുതും. മാറിയപ്പോയി. ഓക്കെ, ക്ലിയർ. ഇനി നോക്കുക, 2 എണ്ണമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇപ്പൊ ഒരെണ്ണമായി, ഇനി ഒരെണ്ണം കൂടി വരച്ചാൽ മതി. സെറ്റ് ആണോ? ഞാൻ മാക്സിമം വരയ്ക്കാൻ പോവാ. മാക്സിമം ഇത് വെച്ച് ഈ C5H12 വെച്ച് മാക്സിമം എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും, മാക്സിമം ഞാൻ അങ്ങോട്ട് വരയ്ക്കുക. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് 2 എണ്ണമാണ്. ഓക്കെ, ഞാൻ ഈ CH3 കണ്ടോ ഇവിടെ ഇടുക, ഇവിടെ. അപ്പൊ നോക്കിയേ, 1, 2, 3, 4. ഓക്കെ, 4 എണ്ണം വന്നു. ഇവിടെ ഇട്ടു. നോക്കി, ഇവിടെ CH3 ഇട്ടു. നിങ്ങൾ നോക്കിക്കോടെ, ഇവിടെ എന്താണ്? CH3, ഇവിടെ CH2, ഇവിടെ CH, ഇവിടെ CH3. ഓക്കെ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. കാർബൺ ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ് അങ്ങോട്ട് മാറ്റി, അത്രേ ഞാൻ ചെയ്തുള്ളൂ. നിങ്ങൾ പറ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം. നോക്കി, 1, 2, 3, 4, 5. 5 ആകുമ്പോൾ ഫോർമുല ഒന്ന് പറഞ്ഞ് 5 C5 വരും. ഹൈഡ്രജന്റെ എണ്ണം 1 എനിക്ക് പറഞ്ഞതാ. 3, 2, 5, 1, 6, 3, 9, 3, 12. മോളിക്കുലർ ഫോർമുല സെയിം ആയില്ലേ? ഇതിന്റെ പേരെന്താ? ആദ്യത്തേന്റെ പേര് പെന്റേനാണ്, നമുക്കറിയാം. രണ്ടാമത്തേന്റെ പേര് പറഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളും രണ്ടാമത്തേന്റെ പേര് പറഞ്ഞ് ഇത് നോക്കിയേ. 1, 2, 3, 4. 4 ആകുമ്പോൾ ബ്യൂട്ടേൻ. എത്രാമത്തെ പൊസിഷനില ബ്രാഞ്ച് വന്ന്? 2ാമത്തെ. അപ്പൊ എന്താ? 2-മീഥൈൽ ബ്യൂട്ടേൻ. കണ്ടോ? 2-മീഥൈൽ ബ്യൂട്ടേൻ എന്ന് വരും. നമ്മുടെ 2 എണ്ണം ചോദിച്ചത്, 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, എന്നാൽ ഈ പറയുന്ന C5H12 വെച്ച് മാക്സിമം 3 ചെയിൻ ഐസോമർസ് നമുക്ക് വരയ്ക്കാമടേ. 2 എണ്ണം വരച്ചില്ലേ? ഇനി ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഒന്നുമില്ല, ഈ CH3 കണ്ടോ ഇവിടെ ഇടുക. കണ്ടോ? അപ്പൊ ഇവിടെ ഈ CH3 എടുത്ത് ഇവിടെ ഇടുക. ഞാൻ കാണിച്ചുതരാം, നിങ്ങൾ ശ്രദ്ധിക്കാം. 1, 1, 2, 3. ഓക്കെ, 4,
5 എന്ന് വരും. നോക്കിയേ CH3 നോക്കിയേ, നിങ്ങൾ നോക്കിയേ CH3 കണ്ടോ. ഈ കാർബണായിട്ട് H വേണ്ട, കാരണം 1 2 3 4 ബോണ്ടായി. മനസ്സിലായോ? ഇതിന്റെ ഫോർമുല ഒന്ന് പറഞ്ഞ് C5 അല്ലേ? 1 2 3 4 5 വരും. H എത്ര എണ്ണം വരും? H എത്ര വരും? 3 3 6 3 9 3 12 എന്ന് വരും. C5H12 എന്ന് വരും. അപ്പൊ മോളിക്കുലർ ഫോർമുല സെയിം ആയി. നമുക്ക് പേര് നോക്കാം. ഇതിന്റെ പേരെന്താ? ഒന്ന് പറഞ്ഞ് 1 2 3 3 പ്രൊപ്പെയിൻ. 1 2 രണ്ടാമത്തേൽ 2 ബ്രാഞ്ച് വന്നു. പറഞ്ഞ കാര്യമാണല്ലേ. 1 2 2 മീതേല ഡൈ മീത്തൈൽ പറഞ്ഞ് പ്രൊപ്പെയിൻ. നീക്കിപ്പം കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം 3 എണ്ണം പരമാവധി C5H12 വെച്ച് 3 എന്തുണ്ടാക്കാം? ചെയിൻ ഐസോമർസം ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2 എണ്ണമാണ്. 2 എണ്ണം ചോദിച്ചാൽ 2 എണ്ണം എഴുതിയാൽ മതി. വെറുതെ 3 എണ്ണം എഴുതി നിങ്ങൾ സമയം കളയെഴുതും. എത്ര എണ്ണമാണ് ചോദിക്കുന്നത് അത്ര എണ്ണം എഴുതിയാൽ മതി. എന്നാൽ C4H10 വെച്ച് മാക്സിമം 2 എണ്ണയും ഐസോമർസമേ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആണ്, സെറ്റ് ആണ്. ഇനി അടുത്തത് എന്റെ ക്വസ്റ്റ്യൻ, C6H14 വെച്ച് മാക്സിമം ഐസോമർസം നമുക്ക് നോക്കാം. C6 വെച്ച് H14 വരെ ചോദിക്കത്തുള്ളൂ. C7H16 ആകുമ്പോൾ മാക്സിമം ഒന്നും ചോദിക്കത്തില്ല. 1 2 10ാം ക്ലാസ് അല്ലേ മക്കളെ. അപ്പൊ C6H14 വെച്ച് മാക്സിമം എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. ആദ്യം ഒന്നാമത്തെ ഞാൻ എഴുതാൻ പോകും. ആദ്യം 6 എണ്ണം. 1 CH3 പറഞ്ഞു, CH2 എത്രയായി? ഒന്ന് എണ്ണിക്ക്. 1 2 3 4 5. നിങ്ങൾ നോട്ട് എഴുതി പഠിക്കണേ. ഓക്കെ അല്ലേ? ഇതിന്റെ പേരും കൂടെ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, 6 ആകുമ്പോൾ ഇതിന്റെ പേര് ഹെക്സേന. ഇനി നമുക്ക് ഇതിന്റെ പരമാവധി എത്ര? ഒരെണ്ണമായി. നമുക്ക് അടുത്ത് നോക്കാം. ഈ CH3 എടുത്ത് ഞാൻ ഇവിടെ ഇടുക. കണ്ടോ? നോക്കണം. 1 C അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. 1 2 3 4 5. ഇവിടെ CH3 ഇട്ട് 6 എണ്ണമായില്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? CH3 വരും. ഇവിടെ എന്ത് വരും? CH2. ഇവിടെ എന്ത് വരും? CH2. ഇവിടെ CH3. നിങ്ങളൊന്ന് എണ്ണിക്കേ മക്കളെ, എത്ര കാർബണാറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പറ. 1 2 3 4 5 6 വരും. അപ്പോൾ C6 എന്ന് വരും. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 2 5 2 7 1 8 8 6 14. വന്നത് കണ്ടോ. സ്ട്രക്ചർ വരച്ചിട്ട് എത്ര നാളായി. ഓക്കെ ആണല്ലോ, സെറ്റാണ്, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ പറ, ഇതിന്റെ പേരും കൂടെ പറ. ഇതിന്റെ പേര് നമുക്ക് പേരിടണം അല്ലേ? ഇതിന്റെ പേരും കൂടെ പറ. 1 2 3 4 5. 5 നമ്മുടെ പേരെന്ത് വരും? പെൻഡേൻ എന്ന് വരും. ഇനി പറ, ഇതാണ് ബ്രാഞ്ച്. ഇവിടെ നിന്നാൽ 1 2 3 4 5. 1 2 3 4 5. ഏറ്റവും ചെറുത് 2. അപ്പൊ എന്താ പേര്? 2-മീഥൈൽ അല്ലേ? 1 2 3 4 5. 5 ആകുമ്പോൾ പെൻഡേൻ. ഇപ്പൊ 2 എണ്ണം വരച്ചു. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. ഇനി മൂന്നാമത്തെ ഞാൻ ഈ CH3 എടുത്ത് ഇപ്പുറത്തോട്ടിടുക. അത് ഇവിടോട്ടിടുക. കണ്ടു? ഇവിടോട്ടിടുക. നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. മൂന്നാമത്തെ ഞാൻ വരയ്ക്കാൻ പോവാ. പഠിച്ചോണം. 1 2 ശ്രദ്ധിച്ചിരിക്കണേ. മൂന്നാമത്തെ 1 2 3 4 5 ഞാൻ എടുത്ത് ഇവിടെ ഇടാൻ പോവാ. ശ്രദ്ധിച്ചിരുന്നോണേ. എന്റെ മക്കള് ശ്രദ്ധിച്ചിരുന്നോണം. CH3. ഓക്കെ, ഇട്ടു.
ഇവിടെ CH3, ഇവിടെ CH2, ഇവിടെ CH, ഇവിടെ CH2, ഇവിടെ CH3 അല്ലയോ? ഇതിന്റെ മോളിക്കുലർ ഫോർമുല എനിക്കൊന്ന് പറഞ്ഞുതാ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞുതാ. ഒന്ന് പറഞ്ഞേ. 1 2 3 4 5 6 വന്ന്, അപ്പോൾ C6 വന്ന്. എത്ര H വന്ന്? 3 2 5 1 6 2 8 11 3 14. എണ്ണി നോക്ക് അല്ലേ? H14. കറക്റ്റ് അല്ലയോ? ഇതിന്റെ പേര് പറ, നിങ്ങൾ പറ. 1 2 3 4 5 5ആകുമ്പോൾ പെൻഡേൻ, 5ആകുമ്പോൾ പെൻഡേൻ. എത്രാമത്തെ പൊസിഷനിലാ ബ്രാഞ്ച് വന്നത്? എത്രാമത്തെ പൊസിഷനിലാ ബ്രാഞ്ച് വന്നത്? 3ാമത്തെ. അപ്പൊ എന്താ? 3-methyl അല്ലേ? പെൻഡേൻ. 3-methyl പെൻഡേൻ. അപ്പൊ 3 എണ്ണമായി. നോക്കി, ഇതെന്താ? ഇത് ഹെക്സേൻ ആണ്, ഇത് 2-methyl പെൻഡേൻ ആണ്, ഇത് 3-methyl പെൻഡേൻ ആണ്. കാരണം 3 കോമ്പൗണ്ടാ, പക്ഷെ മോളിക്കുലർ ഫോർമുല സെയിം അല്ലയോ? 3 കോമ്പൗണ്ടാ, 3 സംയുക്തങ്ങളാ, പക്ഷേ മോളിക്കുലർ ഫോർമുല എന്താണ്? സെയിം അല്ലയോ? ഇനി നിങ്ങൾ നോക്കിയ അടുത്ത് നോക്കിയേ. അപ്പോൾ C6H14 വെച്ച് 3 എണ്ണം നമ്മൾ ചെയ്തു അല്ലേ? ഏതൊക്കെ ചെയ്തത്? ഒന്നാമത്തത് C6H14 വെച്ച് ഹെക്സേൻ ചെയ്തു. അടുത്ത 2-methyl പെൻഡേൻ ചെയ്തു. അടുത്ത എന്താണ്? 3-methyl പെൻഡേൻ ചെയ്തു. 3 എന്താണ്? മോളിക്കുലർ ഫോർമുല, രാസസൂത്രം അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം എന്താണ്? സെയിം ആണ്, പക്ഷേ അതിന്റെ സ്ട്രക്ചർ എല്ലാം മാറി, ഘടനയെല്ലാം മാറി. എന്ന് വെച്ചാൽ അതിന്റെ പ്രോപ്പർട്ടി മാറി. ഹെക്സേന്റെ പ്രോപ്പർട്ടി അല്ല 2-methyl പെൻഡേൻ്റെത്. 2-methyl പെൻഡേന്റെ പ്രോപ്പർട്ടി അല്ല 3-methyl പെൻഡേൻ്റെത്. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് ഒരുപാട് ചെയ്യിപ്പിക്കുന്നു. മാക്സിമം നമ്മൾ പഠിച്ചു പോവാ. ഇവിടെ ഇരുന്ന് തന്നെ മാക്സിമം നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് തന്നെ പഠിച്ചു പോവാ. ഓക്കെ, ഇനി അടുത്തയാണ്, ശ്രദ്ധിക്കാം. അടുത്തയാണ് 1 2 3 4 5 6. നോക്കിയേ, ഞാൻ ഹൈഡ്രേറ്റ് കൊടുക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. CH2 അല്ല, CH ആണ്, നമുക്കറിയാം. ഓക്കെ, CH3, ഇവിടെ CH3, ഇവിടെ CH3. ഇനി ഒന്ന് പറഞ്ഞേ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6. C6 വന്ന് എത്ര ഹൈഡ്രാറ്റം ഉണ്ട്? 3 1 4 5 8 3 11 3 നമുക്കറിയാം 14. അങ്ങനെ C6H എന്താണ്? 14. C6H14 മനസ്സിലായി? ഇതിന്റെ പേര് എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ. ഇതെന്താ? 1 2 3 4. 4ആകുമ്പോൾ ബ്യൂട്ടേൻ, 4ആകുമ്പോൾ ബ്യൂട്ടേൻ, 4ആകുമ്പോൾ ബ്യൂട്ടേൻ. ഇനി നോക്കിയേ, ഇവിടെ നിന്ന് നോക്കുക. 1 2 3 4. 1 2 3 4. ലെഫ്റ്റിൽ നിന്നുമ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റം, റൈറ്റിൽ നിന്നുമ്പോഴും രണ്ടാമത്തെ കാർബൺ ആറ്റം. നിങ്ങൾക്ക് നെയിം ഇടാൻ പഠിച്ച കാര്യമാണ്. അപ്പൊ ഇതിന്റെ പേര് എല്ലാ കുഞ്ഞുങ്ങളും പറ. 2,3 നമുക്കറിയാം, ഡൈമീഥൈൽ. കണ്ട, ഡൈമീഥൈൽ എന്താ? 1 2 3 4 ബ്യൂട്ടേൻ. മനസ്സിലായോ? ഇനി ഒരെണ്ണം കൂടെ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരെണ്ണം കൂടെ, അതും കൂടെ എഴുതാം. 5 എണ്ണമാണ് C6H14 വെച്ചുണ്ടാക്കുന്ന മാക്സിമം ഐസോമറിസം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം. അടുത്ത് 1 2 3 4 5 6. നോക്കാം, ഇവിടെ CH3, ഇവിടെ CH, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH2, CH3 അല്ലേ? നോക്കിയേ, മോളിക്കുലർ ഫോമിൽ നോക്കി എണ്ണ കുഞ്ഞുങ്ങളെ. 1 2 3 4 5 6. അപ്പൊ എന്താ? C6 വരും. H1 പറഞ്ഞേ, 3 3 6 3 9 2 11 3 14. H14 വന്ന്.
ഇതിന്റെ പേര് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പറയാം, എല്ലാവർക്കും അറിയാം. ഇതെന്താ നോക്കി, 1 2 3 4. നോക്കി എല്ലാവരും നോക്കി, ഒരു മിനിറ്റ്. നോക്കി നോക്കി 1 2 3 4 അല്ലേ? 4 ബ്യൂട്ടേൻ, 4 ബ്യൂട്ടേൻ. 1 രണ്ടാമത്തതിൽ എന്ത് വന്നു? 2,2 ഡൈമീഥൈൽ. നമുക്കറിയാം. ഓക്കെ, ബ്യൂട്ടേൻ അല്ലേ? നീമിയൊക്കെ വ്യക്തമായി പഠിച്ചതല്ലേ? ക്ലിയർ ആയി. ഇപ്പൊ 5 ഉണ്ടാക്കി നമ്മൾ. എന്താ പ്രത്യേകത നിങ്ങളൊന്ന് പറഞ്ഞേ. 5 കോമ്പൗണ്ടാ, പക്ഷെ 5ന്റെ മോളിക്കുലർ ഫോർമുല സെയിമാ. ഇത്ര ഉള്ളടേ, വേറെ കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കാനില്ല. ഇതാണ് ചെയിൻ ഐസോമർസം. കാർബൺ ആറ്റത്തിന്റെ അറേഞ്ച്മെന്റിൽ എന്താണ് വ്യത്യാസമുണ്ടായി? അത്തരം ഐസോമർസത്തെ പറയുന്ന പേരാണ് ചെയിൻ ഐസോമർസം. കണ്ടോ നോക്കി, CH3 CH2 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 എന്ന സംയുക്തത്തിന്റെ എത്ര ചെയിൻ ഐസോമർ സാധ്യമാണ്? എത്ര ചെയിൻ ഐസോമർസം എത്ര എണ്ണം സാധ്യമാണ്? 5 എണ്ണം. നമ്മൾ പഠിച്ച 1 2 3 4 5 6 അല്ലെ? C6H14 വെച്ച് എത്രയാണ്? 5 ചെയിൻ ഐസോമർസം എന്താണ് സാധ്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ചെയിൻ ഐസോമർസം പക്കയാണ്. നോക്കിയേ, ഇപ്പോൾ വരച്ച കാര്യമാണ് ഈ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഇത് വെച്ച് എത്ര ചെയിൻ ഐസോമർസം സാധ്യമാണ് എന്ന് നോക്കുക. 1 2 3 4 5. 1 2 3 4 5 6 C6. H നോക്ക്, 3 2 5 2 7 2 9 2 11 3 14. ഇപ്പൊ നമ്മൾ 5 എണ്ണം വരച്ചില്ലേ? ഇത്ര ഉള്ള കാര്യം. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് പൊസിഷൻ ഐസോമർസം. എന്താ പൊസിഷൻ ഐസോമർസം? ഒന്നുമില്ല, മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം സെയിം ആയിരിക്കും. എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറും. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ അങ്ങ് മാറും. അതാണ് പൊസിഷൻ ഐസോമർസം. സെയിം മോളിക്കുലാർ ഫോർമുലയൊക്കെ സെയിം ആയിരിക്കും, എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറും. അതാണ് പൊസിഷൻ ഐസോമെർസം എന്ന് പറയും. അല്ലെ? നോക്കിയേ, ഒരേ തന്മാത്രാ സൂത്രവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കും, മനസ്സിലായ? പക്ഷെ അതിന്റെ പൊസിഷൻ എന്ത് ചെയ്യും? അടങ്ങിയിരിക്കും. ഫങ്ഷൻ ഗ്രൂപ്പിന്റെ സ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പൊസിഷൻ ഐസോമെറിസം. നോക്കിയേ, when two compound having same molecular formula and same functional group, പക്ഷെ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറും. ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, CH3 CH2 CH2 Cl. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്കറിയാം ക്ലോറിനാണ്. അപ്പൊ ഇതിന്റെ പേരൊന്ന് പറഞ്ഞ. ആദ്യം മോളിക്കുലർ ഫോർമുല പറഞ്ഞ 1 2 3 3 ആവുമ്പോൾ C3 വന്ന്. H ഒന്ന് പറഞ്ഞ് 3 2 5 2 7. H എന്താണ്? 7Cl എന്ന് വരും. കണ്ടോ? C3H7Cl. ഇതിന്റെ പേരൊന്ന് പറഞ്ഞ് 1 ക്ലോറോ അല്ലേ? നോക്കിയേ, 1 2 3 ആകുമ്പോൾ പ്രൊപ്പെയിൻ. ഓക്കെ, ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ വന്നു. അപ്പൊ എന്താ? 1 ക്ലോറോ പ്രൊപ്പെയിൻ. സെറ്റാണ്. ചെയിനുകൾ കുറച്ച് പഠിക്കാനുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ് അല്ലേ? 1 ക്ലോറോ പ്രൊപ്പെയിൻ. ഇനി ഈ ക്ലോറിന്റെ പൊസിഷൻ ഞാൻ അങ്ങോട്ട് മാറ്റുക, ഇങ്ങോട്ട് വരുക. അപ്പൊ നോക്കിയേ, CH3 ഇവിടെ എന്താണ്? CHCl ഇട്ട് CH3 ഇട്ട്. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി പറ മക്കളെ, ഇതിന്റെ മോളിക്കുലർ ഫോർമുല പറ. 1 2 3 ആവുമ്പോൾ C3 വരും. H 3 1 4 3 7 H7Cl. കണ്ടോ? പക്ഷേ ഇവിടെ ക്ലോറിന്റെ പൊസിഷൻ മാറി. രണ്ടിടത്തും സെയിം ഫങ്ഷണൽ ഗ്രൂപ്പാ, പക്ഷേ അതിന്റെ പൊസിഷൻ മാറും. പക്ഷെ ഒരിടത്ത് ക്ലോറിൻ, ഒരിടത്ത് എന്താണ് ഈ OH വരാൻ പാടില്ല. സെയിം ഫങ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും, അതിന്റെ അവന്മാരുടെ പൊസിഷൻ ആയിരിക്കും മാറുന്നത്. ഇപ്പൊ രണ്ടാമത്തെ എന്താ? ഒന്ന് പറഞ്ഞേ, 2
ക്ലോറോ പ്രൊപ്പെയിൻ. മനസ്സിലായ? ആദ്യത്തെ ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ. ഓക്കെ, ഇനി അടുത്ത ഞാൻ നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്ക്. ഇനി CH3 CH2 CH2OH. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് എല്ലാവർക്കും അറിയാം. ഇതിന്റെ പേരെന്താ ഒന്ന് പറഞ്ഞേ. ഇതിന്റെ പേര് എന്താണ് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതിന്റെ പേര് ആൽക്കഹോള. OH വന്നതുകൊണ്ട് ആൽക്കഹോൾ. നോക്കിക്കേ, 1 2 3 അല്ലേ? C3 വന്ന് H എത്ര ഉണ്ട് എണ്ണുക. 3 2 5 2 7 1 8. H8 അവസാനം O എന്ന് വരും അല്ലേ? C 1 2 3 C3. H 3 2 5 2 7 1 8 O എന്ന് വരും. ഞാൻ ഇതിന്റെ പേരെന്താ ഒന്ന് പറഞ്ഞ് 1 2 3 ആകുമ്പോൾ നമ്മൾ പഠിച്ചാണ് പ്രൊപ്പാൻ 1 ഓൾ എന്ന് വരും. കാരണം ഒന്നാമത്തെ പൊസിഷനിലാണ് OH വന്നേക്കുന്നത്. ഇനി OHന്റെ പൊസിഷൻ ഞാൻ മാറ്റാൻ പോവാണ്, ഇങ്ങോട്ട് ഇടാൻ പോവാ. നോക്കിക്കേ CH3 CH OH CH3. മനസ്സിലായോ? ഇതിന്റെ മോളിക്കുലർ ഫോർമുല എല്ലാവരും ഒന്ന് പറഞ്ഞു തന്നേ മക്കളെ. 1 1 2 3. ഇപ്പൊ എന്താ? C3 വരും അല്ലെ? H എത്ര വരും? H 3 1 4 3 7 1 8. H8O എന്ന് വരും. H8O എന്ന് വരും. രണ്ടിടത്തും മോളിക്കുലർ ഫോർമുല സെയിമാ. ഇതിന് രണ്ടാമത്തെ പേര് പറഞ്ഞ് രണ്ടാമത്തെ പൊസിഷനിൽ OH വന്നു. അപ്പൊ എന്താ? പ്രൊപ്പാൻ 2 ഓൾ എന്ന് വരും. കണ്ട? ആദ്യത്തെ 1 ഓൾ, രണ്ടാമത്തെ 2 ഓൾ. ഇത്രയുള്ള കാര്യം. സെറ്റാണ്, ക്ലിയർ ആണ്, സെറ്റാണ്. അടുത്ത മൂന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? മൂന്നാമത്തെ ഐസോമെറിസം. അത് ഫങ്ഷണൽ ഐസോമെറിസം ആയിരിക്കും. എന്താ? സെയിം മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമായിരിക്കും. മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ്. നോക്കിയേ, CH3. ഞാൻ ഒന്ന് വായിക്കാം. സംയുക്തങ്ങളിൽ തന്മാത്രാ സൂത്രം ഒന്ന് തന്നെയായിരിക്കും. മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമാണെങ്കിൽ അവയെ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയും. ഞാൻ പറഞ്ഞ when compound having same molecular formula but different functional group, they are known as functional isomer. This phenomenon is known as functional isomerism. പഠിച്ചല്ലോ. നോക്കി, എക്സാമ്പിൾ ആണ് CH3. അടുത്ത എന്താ? CH2. അടുത്ത എന്താ? CH2OH. ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ മക്കളെ? OH അല്ലേ? ആൽക്കഹോള. നിങ്ങൾ സാറിന് പറഞ്ഞ മക്കളെ ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് പറഞ്ഞു തന്നെ. C3 എണ്ണം ഉണ്ട് അല്ലേ? 1 2 3. H എത്ര ഉണ്ട്? 3 2 5 2 7 1 8. H2O. ഓക്കെ, മോളിക്കുലർ ഫോർമുല ഇത് തന്നെ ആയിരിക്കണം, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറണം. നോക്കാം. ഓക്കെ, CH3O CH. ഓക്കെ ഒരു മിനിറ്റ്. CH3 CH2O CH3. നമുക്കറിയാം ഇതെന്താണ് മക്കളെ? ഈത്തറ, ആൽക്കോക്സി ആൽക്കേൻ, ഇതാണ് നോക്കിയേ, മീതോക്സി ഈത്തേൻ. പഠിച്ച കാര്യമാണ് അല്ലേ? അപ്പൊ ഈ പറയുന്ന ഓരോ ക്ലാസ്സും പഠിച്ച് വന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ ഐസോമെറിസത്തിന്റെ ക്ലാസ് കാണാവുള്ളൂ. കാരണം നമ്മൾ അതിൻ്റെ എല്ലാം കണ്ടിന്യൂഷൻ ആയത് അതറിയാമെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, ഇതിന്റെ മോളിക്കുലർ ഫോമുല പറ. 1 2 3 C3 വരും. എച്ച് പറ. 3 2 5 3 8. ഓ ഇല്ലേ? നോക്കിയതേ, ഓ ഇല്ലേ? ഓ കണ്ട, രണ്ടിന്റെയും മോളിക്കുലർ ഫോമുല എന്താണ്? സെയിം ആണ്. പക്ഷെ ഒന്ന് ആൽക്കഹോളും 2 എന്താണ്? ഈത്തറുമാണ്. നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. CH3 CH2 CHO. ഓക്കെ, ഇതിന്റെ ഇതാ CHO വന്ന എന്താ? നിങ്ങൾ പറ. CHO വന്ന ആൽഡിഹൈഡാ. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 എണ്ണം. 1 2 3. അപ്പൊ എന്താ? C3 വരും. H എത്ര ഉണ്ട്? 3 2 5 1 6. ഓ എന്ന് വരും. വരത്തില്ലേ? എണ്ണാൻ അറിയും മക്കളെ, എണ്ണിപ്പടി. 1 2 3 C3. H പറ. 3 2 5 1 6. ഓ എന്ന് വരും. ഈ മോളിക്കുലർ ഫോമിൽ തന്നെ ആയിരിക്കണം, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. CH3 CO CH3 കണ്ടോ? രണ്ടാമത്തെ അവൻ കീറ്റോണ. CO കീറ്റോൺ. നമുക്ക് നോക്കാം. നിങ്ങൾ പറ. 1 2 3 C3 വന്ന്. H പറ. 3 3 6. ഓ എന്ന് വന്നു. ആദ്യത്തെ അവൻ ആൽഡിഹൈഡും രണ്ടാമത്തെ അവൻ കീറ്റോണുമാണ്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? പഠിച്ച കാര്യമല്ലേ? ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ നെയിമിങ്ങിൽ പഠിച്ച. ഇതാണ് എന്ത്? ഫങ്ഷണൽ ഐസോമറിസം. മോളിക്കുലർ ഫോമുല വിട്ടുള്ള കളിയില്ല. ഐസോമറിസം ആണെങ്കിൽ മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കും, തന്മാത്ര സൂത്രം സെയിം ആയിരിക്കും. ക്ലിയർ ആണ്? ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റാമെറിസമാണ്. എന്താണ്? മെറ്റാമെറിസമാണ്. എന്താണ് മെറ്റാമെറിസം എന്ന് വെച്ചാൽ ഒന്നുമില്ല, മോളിക്കുലർ ഫോമുല സെയിം ആയിരിക്കും, ഒരേ തന്മാത്രാ സൂത്രമുള്ളവയും സംയോജകത 2 വരുന്ന ഫംഗ്ഷൻ. സംയോജകത എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. വാലൻസി. ഇപ്പൊ നമുക്കറിയാം, ഓ ഈതറിന്റെ കേസിൽ ഓ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര. അപ്പോ നോക്കിയേ, സംയോജകത 2 വന്നു, വാലൻസി 2 വന്നു. നോക്കിയേ, കീറ്റോണിന്റെ കേസിൽ ഓക്കെ, ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര. അപ്പൊ കീറ്റോണിൽ എന്ത് വന്നു? സംയോജകത 2 വന്നു. മനസ്സിലായോ? എന്നാൽ നമുക്ക് നോക്കാം. എന്ത് നോക്കാം? ആസിഡ് നോക്കാം. സി. നോക്കിയേ, സി ഡബിൾ ബോണ്ട് ഓ OH. ഇവിടെ ഒരു വരേ വരുന്നുള്ളൂ. അപ്പോൾ സംയോജകത ഇവിടെ വന്നത് 1 വാലൻസി 1. ഇവിടെ നോക്കിയേ, 1 2 വന്ന്, ഇവിടെ 1 2 വന്ന്. ഇനി ആൽഡിഹൈഡ് നോക്കാം. സി ഡബിൾ ബോണ്ട് OH വന്നു. അപ്പോൾ ഇവിടെ ഒരു വരേ വരത്തുള്ളൂ. അപ്പോൾ വാലൻസി സംയോജകത 1 വരത്തുള്ളൂ. മൊത്തം എന്താണ്? 4 വരയല്ലേ കാർബൺ വരേണ്ടത്. നോക്കി 1 2 3 4. കാരണം ഒരു വരെ ഫ്രീ ആയിട്ട് ഇടപ്പുള്ളൂ. ഇവിടെ നോക്കി 2 വര ഫ്രീ ആയിട്ട്. അപ്പൊ വാലൻസി 2 ആണ്. അതാണ് പറയാ, ഒരേ തന്മാത്രാ സൂത്രമുള്ളവയും സംയോജകത 2 വരുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ഇരുവശത്തുമുള്ള ആൽക്കേൽ ഗ്രൂപ്പ് വ്യത്യാസമാകും. ഞാൻ പറഞ്ഞുതരാം. ഇരുവശത്തുമുള്ള ആൽക്കേൽ ഗ്രൂപ്പ് വ്യത്യാസമാകും. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിക്കും. ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായപ്പോ. CH3 CH2 O CH2 CH3. ഇതിന്റെ പേരെല്ലാരും ഒന്ന് പറഞ്ഞ്. അതിനു മുന്നേ ഇതിന്റെ മോളിക്കുലർ ഫോമുല പറ. 1 2 3 4. കാർബൺ 4 ഉണ്ട്. C4 കണ്ടോ? ഇനി HN 3 2 5 2 7 3 10 വന്നു. O വന്നു. ഇതിന്റെ പേര് ഇവിടെ CH3 CH2 ഈത്തൈല. ഇവിടെയും ഈത്തൈല. ഇതിന്റെ പൊസിഷൻ മാറണം. അതിനു വേണ്ടി ഞാൻ CH3 എടുത്ത് ഇപ്പുറത്തിടുക. അപ്പൊ നോക്കിയേ, CH3 CH2 CH2 O CH3. മനസ്സിലായോ? ഒന്നാമത്തേന്റെ പേര് ഈത്തോക്സി ഈത്തേൻ ആണെങ്കിൽ രണ്ടാമത്തേന്റെ പേര്
മീതോക്സി പ്രൊപ്പേന. മനസ്സിലായോ? ഫോമുല ഒന്ന് പറഞ്ഞ് C4 തന്നെ നോക്കിയേ 1 2 3 4 H എത്ര ഉണ്ട്? 3 2 5 2 7 3 10 O എന്ന് വരും. കണ്ടല്ലോ, C4 H10 O എന്ന് വരും. മനസ്സിലായി? അതാണ് പറഞ്ഞത്. നോക്കിയേ, ഇരുവശത്തുമുള്ള ആൽക്കേൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആകും. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, ഈത്തയില CH2 CH3 CH3 CH2 ഈത്തയില, ഇവിടെ പ്രൊപ്പൈല. ആൽക്കേൽ ഗ്രൂപ്പ് വ്യത്യാസമായി. നമുക്ക് നോക്കാം വേറെ എക്സാമ്പിള്. നിങ്ങൾ നോക്കിയേ, CH3 CH2 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 CO CH. ഒരു മിനിറ്റ് മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. CH3 CH2 CH2 CO CH3 എന്ന് കൊടുത്തേക്കോന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇതും എന്താണ്? CO യാ. വാലൻസി എന്താണ്? 2 വരിക. ആ കേസിൽ മാത്രമേ മെറ്റാമെർസം വരത്തുള്ളൂ. നോക്കാം. അപ്പൊ നോക്കിയേ, ഞാൻ ഈ CH2 എടുത്ത് ഇപ്പൊ നോക്കിയേ, 1 2 3 വരുന്നുണ്ട്. 3 വന്നാൽ ഇത് പ്രൊപ്പൈല, ഇത് മീതൈല. ഞാൻ ഈ CH2 എടുത്ത് ഇങ്ങോട്ട് ഇടുക. അപ്പൊ എന്ത് വരും? നിങ്ങൾ പറ. ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് പറഞ്ഞേ. 1 2 3 4 5 അല്ലേ? C5 വരൂലേ? നോക്ക് നിങ്ങൾ, C5 വരൂലേ? നോക്കിയേ, 1 2 3 4 5 C5. H 3 2 5 2 7 3 10 വരത്തില്ലയോ? അവസാനം O വരും. ഇതിന്റെ പേരെന്താ? 1 2 3 4 5 ആവുമ്പോൾ പെൻഡാൻ. 1 രണ്ടാമത്തെ 2 ഓൺ എന്ന് വരും. ഇതൊക്കെ വ്യക്തമായി നമ്മൾ പേര് പഠിച്ച പെൻഡാൻ 2 ഓൺ. ഞാൻ ഈ CH3 എടുത്ത് അപ്പുറത്തിടുക. അപ്പൊ എന്താണ്? CH3 CH2 CO CH2 CH3. കണ്ടോ? ഇതിന്റെ ഫോമുല നോക്കിയേ, 1 2 3 4 5 ആവുമ്പോൾ C5 വരും. H പറഞ്ഞേ, 3 2 5 2 7 3 10 O എന്ന് വരും. C5 H10 O എന്ന് വരും. ഓക്കെ, ഇവിടെ നോക്കിയേ, CH3 CH2 എന്ന് വെച്ചാൽ അതെന്താണ്? ഈത്തൈല. ഇതും ഈത്തൈല. പക്ഷെ ഇവിടെ നോക്കി, ഇത് പ്രൊപ്പൈലും ഇത് മീതൈലുമാണ്. ഇത്രേ ഉള്ളു മക്കളെ. ഇതാണ് എന്ത്? മെറ്റാമെർസം. ഓക്കെ, ഇതിന്റെ പേര് പറഞ്ഞേ. 1 2 3 4 5 ആവുമ്പോൾ പെൻഡാൻ. ഓക്കെ അല്ലേ? ഇനി പറ 3 ഓൺ. മൂന്നാമത്തെ പൊസിഷനില കീറ്റോൺ വന്ന്. ഇത്രേ ഉള്ളു കാര്യം. അപ്പൊ എന്താണ് മെറ്റാമെർസം? മനസ്സിലായല്ലോ. എന്താ? ദ ഐസോമർ എക്സിസ്റ്റ് ബൈ 2 കോമ്പൗണ്ട് വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ എയ്തർ സൈഡ്. ബൈവാലന്റ് എന്ന് വെച്ചാൽ വാലൻസ് 2 വരണം. കാരണം O എഴുതി ഇവിടെ. C ഡബിൾ ബോണ്ടോ ഇങ്ങനെ. ക്ലിയർ ആണ്? അപ്പം 4 ഐസോമർസം അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ചെയിൻ ഐസോമർസം, രണ്ടാമത്തെ പൊസിഷൻ ഐസോമർസം, മൂന്നാമത്തെ ഫങ്ഷൻ ഐസോമർസം, നാലാമത്തെ മെറ്റാമർസം. ഓക്കെ ആണല്ലോ? നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ് പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു? ഐസോമർസം പഠിച്ചു. ഐസോമർസം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഐസോമർസം പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഐസോമർസത്തിൽ കാണും നമ്മുടെ അവസാനത്തെ ബോർഡ് എക്സാമിന്. അതുകൊണ്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.